ഹലോ ഗായ്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഗ്രൈൻഡിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് വുഡ് തന്നെ ഇതുപോലെ കട്ട് ചെയ്യുന്നൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കാനാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അതിന് താമസിക്കാതെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ആൻഡ് ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 2 mm തിക്നെസ് വരുന്നൊരു ഷീറ്റാണ്. ഞാനിത് സ്ക്രാപ്പിൽ നിന്നും കളക്ട് ചെയ്തതാണ്. ഇതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം ഞാൻ അതിൽ തന്നെ ഈ വീഡിയോയുടെ ബിഗിനിങ്ങിൽ തന്നെ കാണിച്ചു തരാം. ആൻഡ് ഇതാണ് എൻ്റെ ലെങ്ത്തും, ഏകദേശം 17 സെൻറ്റിമീറ്റർ ലെങ്ത്തും 10 സെൻറ്റിമീറ്റർ വീതിയും വെച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹോൾസിൻ്റെ ലെങ്ത് എല്ലാം ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പിക്ചറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഗാർഡിലോട്ടാണ് നമ്മളിത് അറ്റാച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗാർഡിനും ഇതുപോലെ തന്നെ ഹോൾ ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ ഇത് കട്ട് ചെയ്തിട്ട് ഈ ഗാർഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ അത് ബെൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡറിൻ്റെ സേഫ്റ്റി ഗാർഡ് കണ്ടില്ല, ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ ഹോൾ ചെയ്തെടുക്കണം. ഹോൾ ചെയ്തതിന് ശേഷം ഇത് സ്ക്രൂ ചെയ്തിട്ടാണ് ടൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് അകത്തോട്ട് കയറി ഹോൾ ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീല് അതിൽ മുട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പുറത്തോട്ട് ഇറക്കിയിട്ട് വേണം മാർക്ക് ചെയ്തിട്ട് ഹോൾ ചെയ്യാൻ. നമ്മൾ ഈ കട്ട് ചെയ്ത ഷീറ്റിൻ്റെ ബാലൻസ് വന്നൊരു പീസ് ചെയ്യാൻ മുറിച്ചിട്ട് ഹോൾ ഒരു 14 നട്ട് ബോൾട്ട് കയറുന്നൊരു ഹോൾ ചെയ്തിട്ട് ഇത് വെച്ച് വെൽഡ് ചെയ്യാണ്. കുറച്ചുകൂടെ നല്ല സ്റ്റെബിലിറ്റി കിട്ടും നമ്മുടെ ഈ ഗ്രൈൻഡറിന് വുഡ് കട്ട് ചെയ്യുന്ന സമയത്ത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഗ്രൈൻഡിങ് മെഷീൻ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ഇല്ല, അതുകൊണ്ട് തന്നെ ഒട്ടും സ്റ്റെബിലിറ്റി ആണല്ലോ. വുഡ് കട്ട് ചെയ്യുമ്പോഴത്തേനും നല്ലപോലെ നമ്മുടെ കയ്യിൽ നിന്ന് ഷെയ്ക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓൾറെഡി എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഷെയ്ക്ക് ആയിട്ട് എൻ്റെ കൈയുടെ മസിൽസൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. കുറച്ച് മേജർ ആക്സിഡൻ്റ് ആയിരുന്നു. സോ ഞാൻ സർവൈവ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, ഒരിക്കലും ഗാർഡില്ലാതെ ഗ്രൈൻഡിങ് മെഷീൻ ഉപയോഗിച്ച് വുഡ് കട്ട് ചെയ്യരുത്. ഇറ്റ്സ് ടു ഡേഞ്ചറസ്. ഓക്കെ, എൻ്റെ ഫൈനൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരു ഷീറ്റ് മാത്രം മതി. ഡ്രില്ലിംഗ് മെഷീനും കട്ട് മെഷീനും ഉണ്ടെങ്കിൽ തന്നെ ഈസി ആയിട്ട് നമുക്കിത് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കറക്റ്റ് മറ്റേ മെഷീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാം. കുറച്ച് ശ്രദ്ധിക്കണമെന്നുള്ളൂ. നമ്മുടെ വുഡിൽ മെയിനായിട്ട് ആണി മെറ്റൽ പാർട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സ്ക്രാപ്പ് വുഡ് വെച്ച് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മാക്സിമം അത് റിമൂവ് ചെയ്തിട്ട് മാത്രം വുഡ് ഈ വീൽ ഉപയോഗിച്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.